അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു നെത്തോലി മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെത്തോലി മീനെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലുണ്ട് കേട്ടോ നെത്തോലി മീൻ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ എത്രയാണോ നെത്തോലി മീൻ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഇത്രയും നെത്തോലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പുളിയേ എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പം മാങ്ങ കുറച്ച് പുളിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും പുളി എടുക്കുന്നുള്ളൂ. ഇപ്പം മാങ്ങ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പുളി എടുക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ചിലർ പിന്നെ വറുത്തരച്ച് വയ്ക്കും കേട്ടോ നെത്തോലി മീൻ. ചിലർ തേങ്ങ ഉപയോഗിക്കാതെ പുളിയും മുളകൊക്കെ മാത്രം വെച്ചിട്ടും കറി വയ്ക്കാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ വയ്ക്കുന്നത് തേങ്ങ അതേപോലെ പച്ചയ്ക്ക് അരച്ചാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി, ഉള്ളി, ഉപ്പ് ഇതൊക്കെയാണ് ചേർക്കുന്നത്. പുളി നമ്മൾ മാങ്ങ ഉപയോഗിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ പുളി എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പുളി മുന്നിട്ട് നിൽക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ പച്ചമാങ്ങ. കാരണം നല്ല പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ 3 പീസേ എടുത്തിട്ടുള്ളൂ. പിന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചീകി വൃത്തിയാക്കി നെടുകെ കീറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ നല്ലോണം പൊട്ടി അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ എണ്ണയിലേക്കൊന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറു തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയും കൂടെ ഇതിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നെത്തോലി മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മീനും ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ മീൻകറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആക്കാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മീൻകറി എല്ലാം തിളച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് ഇതേപോലെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല നെത്തോലി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പച്ച അരച്ച് വയ്ക്കുന്നത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം. ലാസ്റ്റ് ഇതേപോലെ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയണം കേട്ടോ. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ.